ശരീരത്തിൽ നിന്ന് പുറത്തുവന്ന തുണി മെഡിക്കൽ കോളേജിലെ തന്നെയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി യുവതി. അന്വേഷണത്തിന്റെ ഭാഗമായാണ് വന്നതെന്നും സംഭവിച്ച കാര്യങ്ങളെല്ലാം അധികൃതരോട് പറഞ്ഞുവെന്നും യുവതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വന്നു അവർക്ക് പ്രൂഫ് വേണമല്ലോ, കാരണം ഇത് ഇന്ന് സംഭവിച്ചെന്ന് പ്രൂഫ് വേണമല്ലോ. അതുകൊണ്ട് അവർ തുണിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മള് ചുമ്മാ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും നടന്നത് സംഭവം നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ അവർ അതിനായിട്ട് പ്രൂഫും ചോദിച്ചു. ഇല്ലില്ല, പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് നമ്മളത്രയും ഇത് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് വരുന്നത്, വേറെ എവിടെയും പോയിട്ടില്ല. നമ്മള് അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടന്ന സംഭവം തന്നെ നമ്മൾ പരാതി എഴുതി അവർക്ക് തന്നെ ഒപ്പിട്ടും കൊടുക്കുകയും ചെയ്തു. നടപടി തന്നെ എടുക്കണതിന്റെ കാരണം അത്ര ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ആ വേദന ഉണ്ട്, പുറം വേദന, എല്ലാം വേദന ഉണ്ട്, സ്മെല്ലും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇനി വിളിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം എന്ന് പറയുന്ന നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ഇത്തരം ഒരു ദുരനുഭവം ഈ യുവതിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന ന്യായീകരണം എന്താണ്? അക്ഷതി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്ര ക്രൂരതയാണ് ഈ യുവതിയോട് ആശുപത്രി അധികൃതർ നടത്തിയിരിക്കുന്നത്. കാരണം പ്രസവം കഴിഞ്ഞ് 2.5 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ ശരീരത്തിൽ നിന്നും തുണി പുറത്തേക്ക് വന്നത്. ഇതിനു മുമ്പ് അസഹ്യമായ വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഈ ആശുപത്രിയിൽ എത്തിയിരുന്നു, അതായത് മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും സ്കാനിംഗ് അടക്കം നടത്തുവാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് യുവതി നമ്മളോട് പറഞ്ഞത്. അത് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്, കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ വേദന മാറിക്കോളും എന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും ഈ യുവതി ഈ ഒരു വേദന കൊണ്ട് വീണ്ടും പോവുകയും ഇതേ മറുപടി തന്നെയാണ് ഈ യുവതിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് യുവതി വലിയ രീതിയിലുള്ള ഒരു പരാതിയിലേക്കൊക്കെ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം OR കേളുവിനും മന്ത്രി OR കേളു, അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടിനടക്കം പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DMO അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇന്ന് എതിരാൻ തന്നെയും അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങളെ രൂപീകരിക്കുമെന്നുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന്റെ പുറത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എതിരാൻ തന്നെയും ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഉയർന്നു വന്നത്. BJPയുടെ നേതൃത്വം, അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അതിനുശേഷം DMO നേരിട്ടെത്തി യുവതിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് യുവതിയുമായി സംസാരിച്ചതിന് ശേഷം സമവായത്തിലെത്തുകയും തുടർന്ന് യുവതി നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. യുവതി പറഞ്ഞ ഇത്തരത്തിലാണ്, ഈ ഡോക്ടർമാർ ഇത് സമ്മതിച്ചിട്ടുണ്ട്, ഇത് തങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയ പിഴവാണെന്ന് ഡോക്ടർമാർ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമതകൾ അനുഭവിച്ചതിന് ശേഷമാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തനിക്ക് ലഭിക്കണമെന്നും യുവതി ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് പിന്നീട് DMO തന്നെ നേരിട്ടെത്തി ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരി അർജുൻ, വ്യക്തമാണ്. ഈ സാധാരണക്കാർ വളരെയധികം ആശ്രയിക്കുന്ന ആശുപത്രി, മെഡിക്കൽ കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ അനാസ്ഥകൾ സംഭവിക്കുന്നത്. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ. എന്തായാലും ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന തുണി മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുവതിയുടെ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.